മാഡം ഇവിടെ? ഇവിടുത്തെ ദീപുവിന്റെ കൂടെ പഠിക്കുന്നതാ എന്റെ മക്കള്. ദീപു അകത്തുണ്ട്, ഞാൻ വിളിക്കാം. ദേ അവരൊന്ന് വിളിച്ചേ. ആ മാഡം വന്നത് നന്നായി. ഈ ഒരവസ്ഥയിലും ഇവിടെ ആളുകൾ ജീവിക്കുന്നുണ്ടെന്ന് നേരിട്ട് മനസ്സിലാക്കാൻ ഏതായാലും പറ്റിയല്ലോ. ഇതിപ്പോ എന്താ ശരിക്കും സംഭവിച്ചേ? 15 വയസ്സേ ഉള്ളൂ മരണപ്പെട്ട പെൺകുട്ടിക്ക്. പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്ന കുട്ടിയാ. ദീപുവിന്റെ നേരെ മൂത്തതാ. ഈ വീട്ടിലുള്ളവരുടെ ഏക പ്രതീക്ഷയായിരുന്നു അവള്. പക്ഷേ വിധി ചതിച്ചു. അല്ല, അധികാരികളുടെ മൗനം, ഈ പാവപ്പെട്ട കുടുംബത്തിന് നേരെയുള്ള കണ്ണടയ്ക്കൽ ആ കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിയിട്ടു. വീടിന്റെ കഴിക്കോല് വന്ന് തലയിൽ വീണതാ. കുഞ്ഞ് സ്പോട്ടിൽ മരിച്ചു. മക്കളെ വാ. വേണ്ട മാഡം, കയറണ്ട. വീടിന്റെ അവസ്ഥ അത്രയ്ക്ക് പരിതാപകരമാണ്. അറിയോ, പുതിയൊരു വീടിനു വേണ്ടി ഇവരിനി കയറാത്ത ഓഫീസുകളില്ല മാഡം. ഇതിപ്പോ ഈ സ്ഥലം ഇവരുടെ പേരിലുള്ളതാണോ? അല്ല, പുറമ്പോക്ക, പട്ടയം ആയിട്ടില്ല. ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഉദ്യോഗസ്ഥർ തന്നെയാ നീട്ടിക്കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവർക്ക് എന്ത് കിട്ടി? ഒരു ജീവൻ നഷ്ടപ്പെട്ടു, അത്ര തന്നെ. പപ്പി, സത്യ, എന്റെ ചേച്ചി. കരയണ്ട ദീപു. കരയണ്ട ദീപു, കരയാതെ. കണ്ടില്ലേ ഞങ്ങളുടെ അവസ്ഥ? മോളോ പോയി. എനിക്കിനി ഈ മോനെയെങ്കിലും മരണഭയം ഇല്ലാതെ കിടത്തി ഉറക്കാൻ കഴിയണം. രാവിലെ എണീറ്റ് സ്കൂളിൽ പോണം, ക്ലാസ് ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് കിടന്നതല്ലേ എന്റെ കുഞ്ഞ്. ഇങ്ങനൊരു ദുരന്തം വന്ന് എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന ഞാൻ അറിഞ്ഞില്ല. എന്റെ ദൈവമേ, ഒന്ന് നിലവിളിക്കാൻ പോലും എന്റെ കുഞ്ഞിനായില്ല. നിങ്ങൾ അകത്തേക്ക് പൊക്കോളൂ. ഇവരങ്ങ് അകത്തോട്ട് കൊണ്ടുപോകും. വാ. കണ്ടില്ലേ മാഡം, ഈ വീട്ടിൽ താമസിച്ചാൽ ആ കുട്ടിയുടെ ജീവനും അപകടമാണ്. മാഡത്തിന് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാൻ ഒക്കുമെങ്കിൽ ചെയ്തു കൊടുക്കണം. വലിയ പുണ്യം കിട്ടും. നോക്കട്ടെ, പട്ടയത്തിന്റെ കാര്യം ഞാനൊന്ന് നോക്കട്ടെ. എന്നിട്ടേ നമുക്ക് വീടിന്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ. എന്തായാലും ഉടനെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം.